ഹായ്, എല്ലാവർക്കും ബ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള PSCയിലെ വനങ്ങളും വനവിഭാഗങ്ങളും എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടൈമുകളാണ് നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. ഒരു മരത്തിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം എല്ലാവർക്കും അറിയാം, അത് ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. അപ്പോൾ ഒരു മരത്തിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? അത് ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ഒരു പ്രത്യേക സസ്യത്തിനു മാത്രമായി രാജ്യത്ത് നിലവിൽ വന്ന ആദ്യത്തെ ഉദ്യാനം ഏതാണ്? അത് കുറിഞ്ഞിമല ദേശീയോദ്യാനമാണ്. അപ്പോൾ ഒരു പ്രത്യേക സസ്യത്തിനു മാത്രമായിട്ട് രാജ്യത്ത് നിലവിൽ വന്ന ആദ്യത്തെ ഉദ്യാനം ഏതാണ്? കുറിഞ്ഞിമല ദേശീയോദ്യാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി കൊല്ലം ജില്ലയിലെ തെന്മലയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ്. വനഭൂമി ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ്. അപ്പോൾ വനഭൂമി ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അത് ആലപ്പുഴയാണ്. മലകളും കുന്നുകളും ഇല്ലാത്ത കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ്. അപ്പോൾ മലകളും കുന്നുകളും ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏതാണ്? അത് ആലപ്പുഴയാണ്. കേരളത്തിലെ ഏക കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവാണ്. അപ്പോൾ കേരളത്തിലെ ഏക കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവാണ്. ഏതു ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം ഉള്ളത്? അത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന വനവിഭാഗം ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികമായിട്ട് കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളാണ്. കേരളത്തിൽ കൂടുതലായിട്ടുള്ള രണ്ടാമത്തെ വനവിഭാഗം അർദ്ധ നിത്യഹരിത വനങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൽ കൂടുതലായിട്ടുള്ള രണ്ടാമത്തെ വനവിഭാഗം ഏതാണ്? അർദ്ധ നിത്യഹരിത വനങ്ങളാണ്. തേക്കടിയിലെ ജലസംഭരണിക്ക് രൂപം നൽകുന്ന അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ്. അപ്പോൾ തേക്കടിയിലെ ജലസംഭരണിക്ക് രൂപം നൽകുന്ന അണക്കെട്ട് ഏതാണ്? മുല്ലപ്പെരിയാർ അണക്കെട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം 1978 വന്ന ഇരവികുളം ദേശീയോദ്യാനമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? 1978 രൂപീകൃതമായ ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടുംചോല ദേശീയോദ്യാനം. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടുംചോല ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം പെരിയാറാണ്. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതായിരുന്നു? പെരിയാറാണ്. കേരളത്തിലെ ഏത് നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സംരക്ഷിത പ്രദേശമാണ് മംഗളവനം? അത് കൊച്ചിയിലാണ്. നമ്മുടെ കേരളത്തിലെ ഏത് നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സംരക്ഷിത പ്രദേശമാണ് മംഗളവനം എന്ന് പറയുന്നത്? കൊച്ചിയിലാണ്. കേരളത്തിലെ വനപ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവുകൾ ഏതൊക്കെയാണ്? നീലഗിരി, അഗസ്ത്യമല. അപ്പോൾ കേരളത്തിലെ വനപ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവുകൾ ഏതൊക്കെയാണ്? നീലഗിരിയുണ്ട്, അഗസ്ത്യമലയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? നെയ്യാറുണ്ട്, നമ്മുടെ ലയൺസ് സഫാരി പാർക്ക്. അതേപോലെ ഏതുണ്ട്? പേപ്പാറയും ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? നെയ്യാറും പേപ്പാറയും. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം അത് നമ്മുടെ നെയ്യാർ വന്യജീവി സങ്കേതമാണ്. 1958 രൂപീകൃതമായത്. ഇപ്പോൾ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? അത് നെയ്യാർ വന്യജീവി സങ്കേതമാണ്. എന്നാണ് രൂപീകൃതമായത്? 1958 രൂപീകൃതമായത്. അരിപ്പ വനപ്രദേശം എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. അപ്പോൾ അരിപ്പ എവിടെയാണത്? തിരുവനന്തപുരം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം അത് 1984 രൂപീകൃതമായ ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. അപ്പോൾ കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? 1984 രൂപീകൃതമായ ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. കൊച്ചി നഗരത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ്? മംഗളവനമാണ്. ഇപ്പോൾ കൊച്ചി നഗരത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന സംരക്ഷിത പ്രദേശം ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ മംഗളവനമാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽപ്പെടുന്ന ഒരേ ഒരു ദ്വീപ് അത് മംഗളവനമാണ്. അപ്പോൾ കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങളിൽപ്പെടുന്ന ഒരേ ഒരു ദ്വീപ് ഏതാണ്? അത് മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശവും ഏതാണ്? അത് നമ്മുടെ മംഗളവനമാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശവും ഏതാണ്? അത് മംഗളവനമാണ്. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല അത് ഇടുക്കിയാണ്. ഇപ്പോൾ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അത് ഇടുക്കിയാണ്. കുറിഞ്ഞിമല ഉദ്യാനം നിലവിൽ വന്ന വർഷം 2006 കുറിഞ്ഞിമല ഉദ്യാനം എന്ന് നിലവിൽ വന്നു? 2006 നിലവിൽ വന്നു. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം എറണാകുളം ജില്ലയിലെ തട്ടേക്കാടാണ്. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ്? തട്ടേക്കാടാണ്. എവിടെയാണത്? അത് എറണാകുളം ജില്ലയിലാണ്.
തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം ആരുടെ പേരിലാണ്? സലീം അലിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തട്ടേക്കാട് പക്ഷി സങ്കേതം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? സലീം അലിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. വരയാടുകളുടെ താവളമായ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. അപ്പോൾ വരയാടുകളുടെ താവളമായ ദേശീയോദ്യാനം ഏതാണ്? അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. തൃശ്ശൂർ ജില്ലയിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പീച്ചി, വാഴാനി, ചിമ്മിണി. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പീച്ചി, വാഴാനി, ചിമ്മിണി. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. അപ്പോൾ സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചതെന്നാണ് 1984. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം അത് 1934 വന്ന നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറിയാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതായിരുന്നു? 1934 വന്ന നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറിയാണ്. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? എല്ലാവർക്കും അറിയാം, പെരിയാർ വന്യജീവി സങ്കേതം എന്നാണ്. അപ്പോൾ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറിയുടെ ഇപ്പോഴത്തെ പേരെന്താണ്? പെരിയാർ വന്യജീവി സങ്കേതം. ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് തേക്കടി? പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ പെരിയാർ ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് തേക്കടി എന്ന് പറയുന്നത്? അത് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ്. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി അത് രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? അത് രാജീവ് ഗാന്ധിയാണ്. ദേശീയ പക്ഷിയായ മയിലിൻ്റെ സംരക്ഷണാർത്ഥം 2007 പ്രഖ്യാപിക്കപ്പെട്ട സംരക്ഷണ കേന്ദ്രം അത് ചൂലന്നൂരാണ്. അപ്പോൾ ദേശീയ പക്ഷിയായ മയിലിൻ്റെ സംരക്ഷണാർത്ഥം 2007 പ്രഖ്യാപിക്കപ്പെട്ട സംരക്ഷണ കേന്ദ്രം ഏതാണ്? അത് ചൂലന്നൂരാണ്. 2010 നിലവിൽ വന്ന മലബാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ 2010 നിലവിൽ വന്ന മലബാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? അത് കണ്ണൂരാണ്. അപ്പോൾ കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. ആറളം ഫാം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ആറളം ഫാം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്നു. വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നുള്ള പക്ഷി സങ്കേതം അത് പക്ഷി പാതാളമാണ്. അപ്പോൾ നമ്മുടെ വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലുള്ള പക്ഷി സങ്കേതം ഏതാണ്? അത് പക്ഷി പാതാളമാണ്. മഴനിഴൽ പ്രദേശമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ മഴനിഴൽ പ്രദേശമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. നക്ഷത്രാമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ നക്ഷത്രാമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ചന്ദനക്കാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശം മറയൂരാണ്. അപ്പോൾ ചന്ദനക്കാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? മറയൂരാണ്. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന ഏത് വന്യജീവി സങ്കേതത്തിലാണ്? നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. അപ്പോൾ അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന ഏത് വന്യജീവി സങ്കേതത്തിലാണ്? നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ വനങ്ങളും വനവിഭവങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കേരള ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്.